ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് 15 കിലോമീറ്റർ മാറിയുള്ള ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. കാട്ടായിക്കോണത്തുള്ള മടവൂർ പാറയിലേക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴി തന്നെ നമുക്ക് താഴെ നിന്ന് പാറയുടെ ഏകദേശ രൂപം ഒന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഈ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പം ഇതിപ്പോ നിലവിൽ പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം വന്നിട്ട് രാവിലെ 9:30 മുതൽ 6:30 വരെയാണ്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും അവധിയാണ് കേട്ടോ. ഇവിടെ കയറുമ്പോൾ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. മുന്നേ എല്ലാം നമ്മുടെ ID കാർഡ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് ഈ രജിസ്റ്ററിൽ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോവാം. ഇനി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായിട്ടുള്ള. അതിൽ കുട്ടികൾക്ക് കളിക്കാനും എല്ലാം പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് അതിമനോഹരമായ ആ വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന കേട്ടോ. ഞാൻ പോയത് ഒരു വൈകുന്നേര ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ട്രിവാൻഡ്രത്തുള്ളവർക്ക് പലർക്കും ഇപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയില്ല. അത്രയും മനോഹരമാണ്. നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന ഒരു ടൈമിൽ പോയത് കൊണ്ട് തന്നെ ആകാശത്തോട് അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ ആ ഒരു വെളിച്ചവും എല്ലാം സൂപ്പറാണ് ഗൈസ്. നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ പോയിരിക്കണം. വലിയ വിശാലമായ ഒരു പാറയാണ്. ആ പാറയുടെ സൈഡിലെല്ലാം തന്നെ ചെറിയ ചെറിയ ഹട്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുത്തെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതൊരു CCTV നിരീക്ഷണം ഉള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഇത് ലഹരി വിരുദ്ധ സ്ഥലവും പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. അത് മാത്രമല്ല സിഗരറ്റും മദ്യം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 110 മീറ്റർ നീളമുള്ള ഒരു ബാംബു ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. ഇത് കുത്തനെയാണ് പണിതേക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറി പോകാൻ നമുക്ക് ഭയങ്കര പാടാണ്. കാണുന്ന അത്രയും സുഖമൊന്നും ഇത് കയറി പോകാനായിട്ട് കാണില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അടിപൊളിയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. എന്താ ഇത്രയും നാളും ഈ സ്ഥലം അറിയാത്തതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പിന്നെ നമുക്ക് സിറ്റിയുടെ കുറച്ച് പോർഷൻസ് ഒക്കെ നമുക്ക് മുകളിൽ നിന്നാൽ കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അത്രയും ടയേർഡായി താഴെ ഇറങ്ങി വരുമ്പോഴേ കുടുംബശ്രീയുടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു റിസോർട്ട് പോലെയൊക്കെയാണ് തോന്നുന്നത്. അത്രയും നീറ്റായിട്ടും ക്ലീൻ ആയിട്ടുമാണ് അവരത് കൊണ്ടുപോകുന്നത്. ഇനി ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ വൈകുന്നേരം പോയത് കൊണ്ട് തന്നെ സ്നാക്സും ടീയും ഒക്കെ മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തത്. അതെല്ലാം ആവറേജ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. വലിയ ഫുഡൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ആ ടൈമിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസും കപ്പ, പുഴുക്ക് ഇതൊക്കെ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം ഈ ഹട്ടിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ കുറെ അധികം സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ജലാംശം കെട്ടി നിൽക്കുന്നിടത്തേക്കാണ് ചെല്ലുന്നത്. അത് ഗംഗാ തീർത്ഥം എന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് ഈ പാറയുടെ അടിയിൽ കൂടെ വരുന്ന വെള്ളമാണ് അവിടെ കെട്ടി നിർത്തിയേക്കുന്നതെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഇനി അതിന്റെയും സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വടം ഇങ്ങനെ ഒരു പാറയിൽ ഇങ്ങനെ നീട്ടിയിട്ടിട്ടുണ്ട്. ഈ വടം പിടിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1000 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇതൊരു ഗുഹാക്ഷേത്രമാണ് കേട്ടോ. ഈ പാറയിൽ നിന്ന് കാണുന്നേക്കാട്ടിലും ഭംഗി നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലും ക്ഷേത്രം കാണുമ്പോഴും നമുക്ക് തോന്നും. കാരണം ആ ഗുഹയ്ക്കുള്ളിലാണ് ശിവന്റെ വിഗ്രഹം ഉള്ളത്. അതും കുറെ അധികം സ്റ്റെപ്പാണ് നമ്മൾ കയറി പോകേണ്ടത്. പക്ഷെ അവിടുത്തെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അത്രയും പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നമുക്ക് ഈ മടവൂർ പാറയിലോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഷൂട്ടിങ്ങോ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ആർക്കൈവ്സിൽ നിന്ന്, ഈ സ്പോട്ടുള്ള സെൻട്രൽ ആർക്കൈവ്സിൽ നിന്ന് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിനൊക്കെ നമുക്ക് അനുവാദം കിട്ടും. ഇനി ഇവിടേക്ക് വരുന്നതിന് 2 വഴികളാണുള്ളത്. ഒന്ന് ക്ഷേത്രം വഴിയും വരാം, ഒന്ന് നമുക്ക് മെയിൻ റോഡ് വഴി മടവൂർ പാറയിലേക്കും കയറാം. ഇനി വയസ്സായവരും കുട്ടികളും ഒക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ അതുവഴി തന്നെ വരുന്നതാണ് നല്ലത്. കാരണം പാറയിൽ നിന്നാണ് നമ്മൾ താഴേക്ക് പോകുന്നതെങ്കിൽ ഈ വടം പിടിച്ച് ഇറങ്ങണം. പക്ഷെ അതൊരു സ്ലിപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് തന്നെ വരുന്ന വഴി കൂടെ വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. കറക്റ്റ് 6:30 ആകുമ്പോൾ തന്നെ ഇവിടെ മുകളിൽ ഇരിക്കുന്ന എല്ലാവരെയും ഇവിടുത്തെ സെക്യൂരിറ്റീസ് വന്ന് പുറത്തേക്ക് ഇറക്കി വിടും. കാരണം അതിനുശേഷം ആരെയും അവിടെ അലൗഡ് അല്ല. ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്കും ഇങ്ങോട്ടേക്ക് പിന്നീട് വരാനായിട്ടുള്ള ഒരു അനുവാദം കിട്ടുന്നില്ല. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. സൂപ്പറാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും പോയിരിക്കണം. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാനൊരു കരിക്കിൻ ഷേക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ.